75-ാം വയസ്സിലും സൈക്കിളിൽ സഞ്ചരിച്ച് വാർത്തകൾ ശേഖരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട് തൃശൂരിൽ. അന്തിക്കാട് സ്വദേശി സുബ്രൻ എന്ന സുബ്രഹ്മണ്യനാണ് പ്രായം മറന്ന് ഗ്രാമവീഥികളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ച് വാർത്തകൾ ശേഖരിക്കുന്ന ആ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ. കാണാം സുബ്രന്റെ വിശേഷം. സുബ്രന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് പുലർച്ചെ 2:30 മണിക്കാണ്. ഉറക്കമെണീറ്റാൽ പത്രവിതരണത്തിന് പോകുന്നതാണ് ആദ്യ ജോലി. 1970 മുതൽ പത്രം ഏജന്റാണ് സുബ്രൻ. വിവിധ പഞ്ചായത്തുകളിലായി കറങ്ങിത്തിരിഞ്ഞ പത്രവിതരണം കഴിഞ്ഞെത്തുമ്പോഴേക്കും സമയം രാവിലെ 8:30 ഇതിനകം 17 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടാകും സുബ്രൻ. ഇതിനുശേഷമാണ് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ വാർത്തയാക്കി പത്രങ്ങളിലേക്ക് നൽകുന്നത്. വാർത്തകൾ ശേഖരിക്കാനും സൈക്കിളിൽ തന്നെയാണ് സഞ്ചാരം. 17 വർഷം മുൻപ് പത്രലേഖകനായിട്ടാണ് സുബ്രൻ മാധ്യമപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ അന്തിക്കാട് പ്രസ് ക്ലബിൽ സജീവ സാന്നിധ്യമാണ് സുബ്രൻ. പത്രസമ്മേളനത്തിന് വരുന്നതും പോകുന്നതുമെല്ലാം സൈക്കിളിൽ തന്നെ. 17 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ട്, രംഗത്തുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ രാവിലെ 2:30 മണിക്ക് എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ എക്സസൈസും കൂടി ചെയ്തിട്ടാണ് കാഞ്ഞാണിക്ക് വരുന്നത്. അപ്പോൾ 3:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് കാഞ്ഞാണിയിലേക്ക് പുറപ്പെടും. അത് കഴിഞ്ഞിട്ട് 17 കിലോമീറ്റർ ഞാൻ രാവിലെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് പത്രവിതരണം നടത്തുന്നത്. ശാരീരികമായ പല അസുഖങ്ങളും സുബ്രനെ അലട്ടുന്നുണ്ടെങ്കിലും സൈക്കിൾ ചവിട്ടുന്ന ശീലം ഒഴിവാക്കാൻ തയ്യാറല്ല. വാർത്തകൾ തേടി ചാഴൂർ, താന്യം, അന്തിക്കാട്, മണലൂർ എന്നീ പഞ്ചായത്തുകളുടെ മുക്കിലും മൂലയിലും വരെ സുബ്രന്റെ സൈക്കിൾ എത്തും. സൈക്കിളിൽ വന്നിട്ടാണ് ഇതിലെല്ലാ പത്രസമ്മേളനത്തിലും പങ്കെടുക്കാറുണ്ട്. പല ആളുകളും മാറി നിൽക്കുന്ന അവസ്ഥയിൽ ആൾ മുടങ്ങാതെയാണ് ഓരോ ഈ പത്രസമ്മേളനത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യുവജനോത്സവങ്ങൾക്കായി ലഘുനാടകങ്ങൾ രചിച്ച് സംവിധാനവും മേക്കപ്പും വരെ സുബ്രൻ ചെയ്തു വന്നിരുന്നു. 45 വർഷത്തോളം ബോർഡുകൾ എഴുതുന്ന കലാകാരൻ കൂടിയായിരുന്ന സുബ്രൻ ആ ജോലി അവസാനിപ്പിച്ചത് കോവിഡ് കാലത്താണ്. അന്തിക്കാട് ഗ്രാമവീഥികളിൽ വാർത്തയും തേടി പോകുന്ന സുബ്രനും സൈക്കിളും നിത്യകാഴ്ചയാണ്. അമൃത ന്യൂസ്, തൃശൂർ.